ദൗത്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി, കൂടുതൽ പുതിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ വേഗത്തിലാക്കാൻ വേണ്ടിയൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ നമ്മളെ കൊണ്ട് സാധ്യമല്ല എന്ന് നമ്മൾ മാറ്റിവെച്ച കാര്യങ്ങൾക്കും നമുക്ക് AI ഉപയോഗിക്കാം. അപ്പോ ഇതിനകത്ത് ടൂളുകൾക്കൊന്നും വലിയ ദാരിദ്ര്യമില്ല. ദിവസവും ഇങ്ങനെ ടൂളുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ടൂളുകൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള AI ടൂളുകൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ധാരാളം AI സെർച്ച് എഞ്ചിനുകളുണ്ട്. നമ്മളെ ഗൂഗിൾ പോലുള്ള AI ടൂൾ, അത് ഫ്രീ ടൂളുകൾ മാത്രം കണ്ടുപിടിക്കാനും നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ടൂളുകൾ കണ്ടുപിടിക്കാനൊക്കെ ഉള്ള സെർച്ച് എഞ്ചിനുകളുണ്ട്. നിങ്ങളൊരു ടൂള് ഒരു AI സൈറ്റിൽ പോകുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അതിനെ ഉപേക്ഷിച്ചിട്ട് കുറച്ചുകൂടി ലളിതമായ മറ്റൊരു സൈറ്റിലേക്ക്, മറ്റൊരു AI ടൂളിലേക്ക് നമുക്ക് പോകാനും പറ്റും. അപ്പൊ എന്തൊക്കെയായാലും നമുക്ക് എന്തിനു വേണ്ടി ഇത് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നമുക്കിന്ന് ഈ AI പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്ന് ധാരാളം വീഡിയോകൾ വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഗ്രോക്കിൽ നോക്കിയെന്ന് വെച്ചാൽ ഒരു മാഗസീനിലെ പഴയ ചിത്രം എടുത്തിട്ട് അതിനെ ഫോട്ടോയാക്കി, ആ ഫോട്ടോയെ നമ്മൾ വീഡിയോ ആക്കി. റിയലിസ്റ്റിക്കാ. അപ്പൊ ഈ റിയലിസ്റ്റിക്കില് നമ്മൾ മനുഷ്യനെ മാത്രമല്ല മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ റിയലിസ്റ്റിക് ആയിട്ട്, എൻവയോൺമെന്റും ഒക്കെ റിയലിസ്റ്റിക് ആയിട്ട് കണ്ടുപിടിക്കും. ഇനി സോഷ്യൽ മീഡിയയിൽ നിരവധി സാഹചര്യങ്ങൾ, റോഡിൽ നടക്കുന്ന സംഭവം, കാട്ടിൽ നടക്കുന്നത്, വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ, അപ്പൊ ആൾക്കാരെ തന്നെ ജനറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം. AI കുറിച്ച് ധാരണയില്ലാത്ത ആൾക്കാർക്ക് ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്നുള്ള തോന്നലുണ്ടാവും. അവരെല്ലാം വളരെയധികം കൺഫ്യൂഷനില്ല, വളരെ അസ്വസ്ഥമാവും ചില സമയങ്ങളിൽ. ഇപ്പൊ AI നന്നായി അറിയുന്ന ആൾക്കാർ പോലെ നമ്മൾ തന്നെ ചിലപ്പോഴും ചില വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് AI ആണോ എന്നുള്ള അത്രമാത്രം റിയലിസ്റ്റിക് ആയിട്ടുള്ള വീഡിയോകളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോ അത് ഗ്രോക്കിന്റെ വരവോട്, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഗ്രോക്കിന്റെ വരവോട് കൂടിയാണ് അത് ഇത്രയും പ്രശ്നമായത്. പ്രശ്നം എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കാം. കാരണം ഗ്രോക്കില് നമ്മൾ കണ്ടു, ഇമേജ് ജനറേറ്റ് ചെയ്ത് വരുമ്പോൾ അതിന്റെ വേരിയന്റ് ഇമേജ് 100 കണക്കിന് ഇമേജുകളാണ് വരുന്നത്. ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ കൊടുക്കുമ്പോൾ അതിന്റെ 100 കണക്കിന് പോസ്റ്റർ വേരിയന്റ് ആണ് വരുന്നത്. ത്രേസ്യാമ്മ മാത്യു, മൈക്കൊന്ന് മ്യൂട്ട് ചെയ്ത് വെക്കണേ, സംസാരിക്കുന്ന സമയത്ത് ഓൺ ചെയ്താൽ മതി. ഓക്കെ. അപ്പോ അങ്ങനെ ഉള്ളതിൽ ഇപ്പൊ 8 സെക്കൻഡ് ഒരു വീഡിയോ നമുക്ക് ഇത് ജനറേറ്റ് 7 സെക്കൻഡ് 8 സെക്കൻഡ് വീഡിയോ ജനറേറ്റ് ചെയ്യാം. നാനോ ബനാനയില് അവരിതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കും. നാനോ ബനാനയിൽ പ്രോ വെർഷൻ 1990 രൂപ അടച്ച് ഉള്ള ഒരു മിനിമം, അത്രയും പൈസ പ്രതിമാസം അടയ്ക്കുന്ന ഒരാളിന് മാത്രമേ ഗൂഗിൾ ജെമിനിയിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ളത് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതില് ഫ്രീ ആയിട്ട് ചെയ്തിട്ട് അതിന് ഒരു 2-3 വീഡിയോ ചേർന്ന് ഏതെങ്കിലും ഒരു ഫ്രീ വീഡിയോ എഡിറ്ററിനകത്ത് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോകളും നമുക്ക് ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട്. അത് ഒരു വിധത്തിലുള്ള ധാർമ്മികതയും പുലർത്താതെയാണ് ഗ്രോക്ക് വീഡിയോ ഒക്കെ ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പോ ബോഡി ഷെയ്മിങ് മൈക്രോസോഫ്റ്റിന്റെയോ അല്ലെങ്കിൽ ഗൂഗിളിന്റെയോ ഒരു സൈറ്റിലും ബോഡി ഷെയ്മിങ്ങിന് ഇല്ല. അതുപോലെ തന്നെ ഇത് തൊലിയുടെ നിറത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അത് മതം, ജാതിപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയമായ പക്ഷപാതിത്വം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക്, അശ്ലീലം, ഇതിനൊക്കെ പരിമിതിയുള്ളൂ. പക്ഷെ ഗ്രോക്കിൽ അതൊന്നുമില്ല. ഗ്രോക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ധാർമ്മികതയും ഇല്ലാത്തൊരു സാധനമാണ്. വസ്ത്രധാരണത്തിൽ പോലും നമുക്ക് അതുപോലും വളരെ വൃത്തികെട്ട രീതിയിൽ ഇമേജുകളൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ സാധനം വരുന്നത്. അത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം കൂടെയാണ് ധാർമ്മിക ബോധമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം. പുതുതലമുറയ്ക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ എന്തോ ആയിക്കോട്ടെ. അപ്പോ അത് അതായത് ഈ AI എന്ന് പറയുന്നത് ഇമേജുകളും വീഡിയോയും പോസ്റ്ററും ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാധനം എന്നുള്ള നിലയിലാണ്
പലപ്പോഴും ഇതിന്റെ ട്രെയിനിങ് പ്രോഗ്രാമുകളെല്ലാം അതിനെ കേന്ദ്രീകൃതമായിട്ടാണ് ട്രെയിനിങ്ങുകളൊക്കെ നടത്തുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ പ്രാധാന്യം നമ്മൾ കൊടുത്തിട്ടില്ല. ഇപ്പോ നമ്മൾ പലരും പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരാണ്. പിന്നെ പ്രത്യേകിച്ച് പിന്നെ വർക്ക് ചെയ്യാത്ത ആൾക്കാരും ധാരാളം പേര് നമ്മുടെ ഈ ഗ്രൂപ്പിനകത്തുണ്ട്. അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ആയി ഇതിനെ ബന്ധപ്പെടുത്തണം. ആ ബന്ധപ്പെടുത്തുക എന്ന് പറയുന്നത് നമുക്ക് നമ്മുടേതായ ഒരു ശൈലിയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടേതായ ഒരു ശൈലിയുണ്ട്. അത് നമ്മുടെ ജീവിതാനുഭവം കൊണ്ട് നമ്മൾ വളർത്തിയെടുത്ത ഒരു ശൈലിയാണ്. ആ ശൈലി അതിനെ നമുക്ക് മാറ്റാനൊന്നും നിൽക്കണ്ട. ആ ശൈലിയിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ AI ഉപയോഗിക്കണം. നമ്മുടേതായ ഒരു സംഭാഷണ രീതിയുണ്ട്, സംസാര രീതിയുണ്ട്, ചിന്താ രീതിയുണ്ട്. അപ്പൊ അതിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനെ നമുക്ക് നമ്മുടെ ആ കഴിവുകളെ, അല്ലെങ്കിൽ നമ്മുടെ കഴിവിനേക്കാൾ ഉപരി നമ്മുടെ ഹാബിറ്റിനെ ഉപയോഗിച്ചു കൊണ്ടുവേണം നമുക്ക് ഉപയോഗിക്കാൻ. അപ്പൊ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മുടെ പ്രോംപ്റ്റില് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പ്രോംപ്റ്റിംഗ് രീതിയുണ്ട്. ആ പ്രോംപ്റ്റിംഗ് രീതിയാണ് ഞാൻ പറഞ്ഞ നിങ്ങളുടെ ശൈലിയിലുള്ള പ്രോംപ്റ്റിംഗ് രീതി. അപ്പൊ അങ്ങനെ പ്രോംപ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചോദിക്കാനുള്ള ഒരു ഡീറ്റെയിലിംഗ് ശൈലിയിൽ, നിങ്ങളുടെ പ്രോംപ്റ്റിംഗ് ശൈലി ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പറയുക. ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങളുടെ മനസ്സിനകത്തുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ ഭാഷയിൽ, നിങ്ങളുടെ രീതിയിൽ അവതരിപ്പിക്കുക, പ്രോംപ്റ്റ് ആക്കുക. അപ്പൊ അത് പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ സാറ് തന്നെ പറഞ്ഞു, നമ്മളെ സംബന്ധിച്ചിടത്തോളം പലർക്ക് ഡിസ്ലെക്സിയ ഉണ്ടാവും. ഡിസ്ലെക്സിയ എന്ന് വെച്ചാൽ എഴുതുമ്പോൾ അക്ഷരത്തെറ്റുകൾ വരാം. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. പിന്നെ എഴുതാൻ, അതായത് നമ്മളിപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ടൂള് നമ്മൾ ഉപയോഗിക്കുന്നവരുണ്ട് മൊബൈൽ ഫോണിൽ. ചില ആൾക്കാർക്ക് അത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്, നന്നായി അവർക്ക് എഴുതാൻ പറ്റും. അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു രീതി അവരുപയോഗിക്കുക. പിന്നെ ചിലർക്ക് നന്നായിട്ട് പറയാൻ പറ്റും. അപ്പൊ അവര് വോയിസ് ടു ടെസ്റ്റ് ആ മെത്തേഡ് ഉപയോഗിക്കുക. മറ്റു ചിലരുണ്ട് വളരെ വേഗത്തിൽ ഫാസ്റ്റായിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ആ മെത്തേഡ് ഉപയോഗിക്കുക. ഇനി ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയോ തമിഴോ ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഏറ്റവും കൂടുതൽ അവർക്ക് വഴങ്ങുന്ന ഭാഷ ഉപയോഗിച്ച്. ചില ആൾക്കാർക്ക് ഇംഗ്ലീഷ് ഭയങ്കരമായിട്ട് വഴങ്ങും. മലയാളത്തിനേക്കാളും ഗംഭീരമായിട്ട് ഇംഗ്ലീഷ് വഴങ്ങുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ അവനെ പ്രോംപ്റ്റ് ചെയ്യുക. അപ്പോ ഇതിനെ നമുക്ക് വോയിസ് ആയിട്ട്, അതായത് വോയിസ് ആയി നമുക്ക് കൊടുക്കുന്നതിനേക്കാളും വോയിസിനെ ടെക്സ്റ്റ് ആക്കി പ്രോംപ്റ്റ് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോ കോപൈലറ്റില്, ജെമിനിയില്, ജെമിനിയിലൊക്കെ നമുക്ക് വോയിസ് കൊടുക്കാം. പക്ഷെ വോയിസ് പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ അതിനകത്ത് ജനറേറ്റ് ചെയ്ത വോയിസ് ആയിട്ട് തന്നെ വോയിസ് മോഡിൽ തന്നെ വോയിസ് മോഡുണ്ട്, പിന്നെ അല്ലെങ്കിൽ ലൈവ് മോഡുണ്ട്. ഈ ലൈവ് മോഡലോ അല്ലെങ്കിൽ വോയിസ് മോഡലോ വരുമ്പോൾ ആ ജനറേറ്റ് ചെയ്ത് കിട്ടുന്നത് വളരെ സെക്കൻഡുകൾ മാത്രം വരുന്ന ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പോ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് കിട്ടില്ല. ഒരു സമയം പോകാൻ വേണ്ടി നമുക്ക് ചില കാര്യങ്ങൾ ചോദിച്ചിരിക്കാം എന്നതിനപ്പുറം അതുകൊണ്ട് ഒരു പ്രൊഡക്റ്റീവായി അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോ നമുക്ക് വോയിസ് ടു ടെസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് ടെക്സ്റ്റ് ആക്കി മാറ്റാൻ പറ്റുന്നത് എന്നുള്ള കാര്യം നിങ്ങളുടേതായ രീതിയിലൊന്ന് പറയുക. പറഞ്ഞ നിങ്ങളുടെ ആ ഒരു ശൈലി, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു AI നിങ്ങളുടേതായ ഒരു സ്റ്റൈൽ, നിങ്ങളുടേതായ ഒരു AI സ്റ്റൈൽ ഉണ്ടാവണം. അപ്പൊ എങ്ങനെ അതെങ്ങനെ എന്നുള്ള നമ്മൾ ഇതുവരെയും പഠിച്ചതിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങളുടേതായ ഒരു ശൈലി ഡെവലപ്പ് ചെയ്യുക. അപ്പൊ പ്രോംപ്റ്റിംഗ് ആണ് ഏറ്റവും പ്രധാനം. പ്രോംപ്റ്റിനെ കുറിച്ച് നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞു വന്നിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് ചെറിയ സെന്റൻസുകൾ ആക്കുക എന്നുള്ളതാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെറിയ സെന്റൻസുകൾ ആക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് ചിലപ്പോ
നമ്മുടെ പലരുടെയും പ്രശ്നം എന്ന് പറയുന്നത് മലയാളത്തിലെ നമുക്ക് വലിയ സെന്റൻസുകൾ ഉപയോഗിച്ചാണ് നമുക്ക് പരിചയം. വലിയ സെന്റൻസുകൾ ഉപയോഗിച്ചാണ് പരിചയം. രണ്ട്, പിന്നെ സെന്റൻസുകളാക്കുക അല്ലെങ്കിൽ കണക്ട് ചെയ്ത് ഒരു ആശയത്തെ കണക്ട് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് കൊണ്ടൊരു വാക്ക് പറയുന്നു, ഒരു കാര്യം പറയുന്നു. നമ്മൾ മുഖാമുഖം മറ്റൊരാളുമായിട്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോ 1 സെക്കൻഡോ 2 സെക്കൻഡോ കൊണ്ട് ഞാനൊരു കാര്യം പറയുന്നു, അത് ആ കാര്യം വേറൊരാൾ കേൾക്കുന്നു, വീണ്ടും ഞാൻ 2 സെക്കൻഡ് കൊണ്ട് അടുത്ത കാര്യം പറയുന്നു. അപ്പൊ ഒരു കാര്യം പറഞ്ഞിട്ട് ആ കാര്യവുമായി കണക്ട് ചെയ്ത് കാര്യം പറയുക എന്ന് പറയുന്നത് ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ ആരും പ്രസംഗിക്കാൻ തയ്യാറാവാത്തത്. 2 വാക്ക് സംസാരിക്കൂ എന്ന് പറഞ്ഞ് ഒരു ചെറിയൊരു സൗഹൃദ കൂട്ടായ്മയിൽ വരെ നമുക്ക് 2 വാക്ക് സംസാരിക്കാൻ പറയുമ്പോൾ ഒരു 95% ആൾക്കാരും അത് പിൻവാങ്ങും. നമ്മുടെ ഈ ക്ലാസ്സിൽ തന്നെ പലരുടെയും കാര്യങ്ങൾ പറയുമ്പോൾ അവർ അതൊരു അവരെ കൊണ്ട് പറ്റാത്തതുകൊണ്ടല്ല, തെറ്റിപ്പോകും എന്നുള്ളൊരു പേടിയോ അല്ലെങ്കിൽ ശരിയാവാതിരിക്കുമോ എന്നൊക്കെ ഉള്ള ആശങ്കയൊക്കെ ആയിരിക്കാം. അപ്പൊ ആ ആശങ്കയുടെ കാരണം ഇതാ, നമുക്ക് ഒരു വാക്ക് പറഞ്ഞിട്ട് അതിനെ കണക്ട് ചെയ്ത് വേറൊരു സെന്റൻസ് പറയാനുള്ളൊരു ബുദ്ധിമുട്ട്. ഇതൊരു പ്രായോഗികമായ ഒരു പ്രശ്നമാണ്. ഈ പ്രശ്നത്തെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും അതാണ്. അല്ലേ? യെസ് ഓർ നോ? ഞാൻ പറയുന്നതിന് ശരിയാണോ? ആരും പ്രതികരിക്കുന്നില്ല. വിയോജിപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? ശരിയാണ്, യോജിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് കണക്ട് ചെയ്ത് പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതെങ്ങനെ അത് നമ്മൾ ഇനിയിപ്പോ നമുക്ക് അങ്ങനെ ഒരു ശീലം, അങ്ങനെ ഒരു നല്ല പ്രാസംഗികനായി വളർത്തിയെടുക്കാനൊക്കെ പ്രയാസമാണെന്നൊക്കെ തോന്നും. പക്ഷെ ഇത് വളരെ വേഗത്തിൽ ഏത് പ്രായത്തിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കഴിവാണ്. കാരണം ഈ ഒരു 10-12-15 വർഷങ്ങൾക്ക് മുമ്പാവും, 15 വർഷങ്ങൾക്ക് മുമ്പായിരിക്കും, ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് എന്റെ നാട്ടിലൊരു കക്ഷി, അദ്ദേഹം മുട്ടായി കച്ചവടമാണ്, സൈക്കിളില് മുട്ടായി കൊണ്ടുവന്ന് കൊച്ചു കടകളിൽ കൊടുക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന് ഒരു പാർട്ടി കാൻഡിഡേറ്റ് ആയിട്ട് പാർട്ടി സ്ഥാനാർത്ഥി. അപ്പോ ഈ ആദ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ യോഗങ്ങളിൽ എന്തെങ്കിലും പ്രസംഗിക്കണമല്ലോ. അങ്ങനെ ഇദ്ദേഹത്തിന് 2-3 വാക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നു. ഞാൻ വളരെ പ്രയാസപ്പെട്ട് അദ്ദേഹത്തെ കൊണ്ട് 2 സെന്റൻസ് 3 സെന്റൻസ് ഒക്കെ പറയാനുള്ള പരിശീലനമൊക്കെ കൊടുത്തു. ഇങ്ങനെ പ്രസംഗിച്ച് തുടങ്ങിയപ്പോ ആദ്യത്തെ സ്ഥലത്ത് തന്നെ ആ പ്രസംഗം ഞാൻ കേൾക്കാൻ പോയിരുന്നു. ആദ്യത്തെ സ്ഥലത്ത് തന്നെ അത് പരാജയപ്പെട്ടു. ഇയാളെ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ കഴിഞ്ഞു. ഒരു 4-5 മാസം കഴിഞ്ഞപ്പോ ഇങ്ങനെ റോഡിൽ നിന്ന് അതിഗംഭീരമായിട്ട് പ്രസംഗിക്കുന്നു. അതിഗംഭീരമായിട്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഈ 3 മാസം കൊണ്ട് അദ്ദേഹം നല്ലൊരു പ്രാസംഗികനായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ കാര്യം എന്താ വെച്ചാൽ ഇതിനൊരു കാര്യമില്ല, ഇതിനകത്തൊരു പ്രശ്നം. നമുക്ക് കാര്യങ്ങൾ അറിയാം, ഇതിനെ ഒന്ന് എടുത്ത് കണക്ട് ചെയ്യുക എന്നുള്ള അപ്പൊ ആ ഒരു മെന്റൽ ബ്ലോക്കിനെ നമ്മളൊന്ന് മാറ്റിയാൽ നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ട് അറിയാം. നമ്മുടെ ആ പേടി ഒന്ന് മാറ്റിയാൽ മതി. അത് നമ്മുടെ ഈ പ്രോംപ്റ്റിലൂടെ മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ നമ്മള് അപ്പൊ ഇതിന്റെ നമ്മുടെ ഇത്രയും കാലത്തെ ഒരു ശൈലി എന്നുള്ള നിലയിൽ നമുക്കത് ഇത് ചെയ്യാം എന്നുള്ളൊരു തുടക്കത്തിലൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ ഒരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ നമുക്കൊരു ആശയം കിട്ടി. ഈ ആശയം ഒരു ഐഡിയ കിട്ടി. ആ ഐഡിയയെ നമ്മൾ ആദ്യം സെന്റൻസുകളാക്കാൻ നിൽക്കരുത്. ആ ഐഡിയയെ നമ്മൾ 3-4 പോയിന്റുകളാക്കുക. 1, 2, 3, 4 എന്ന് പോയിന്റുകളാക്കുക. ആദ്യം നമ്മൾ ആ പോയിന്റുകൾ നമ്മൾ 1, 2, 3, 4 എന്ന് നമ്മൾ ബുള്ളറ്റ് പോയിന്റ് എന്നൊക്കെ പറയില്ലേ, ബുള്ളറ്റ് പോയിന്റുകളാക്കി വെക്കുക. ഈ ബുള്ളറ്റ് പോയിന്റുകളെ വെച്ചുകൊണ്ട് നമ്മൾ സെന്റൻസുകളാക്കുക.
നമുക്ക് നമ്മുടെ ഭാഷയല്ലേ, നമ്മൾ ഇത്രയും കാലം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഭാഷയല്ലേ. അപ്പോ ഈ ബുള്ളറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആണ് അതിന്റെ നമ്മുടെ ഒരു മാലയിലെ പിന്നെ മുത്തുകൾ പോലെ ഉള്ളൊരു സാധനമാണ്. അതിനെ അടുക്കി വെച്ചാൽ മതി. അപ്പൊ ആ ഒരു സീക്വൻസ് പിന്നെ പ്രശ്നമാണ് നമുക്കുള്ളത്. നമുക്ക് ഒരുപാട് ഐഡിയകൾ വരും. ഈ ഐഡിയയെ എങ്ങനെ സീക്വൻസ് ചെയ്യാം, അതുകൊണ്ടാണ് നമുക്ക് പറയാൻ ഉള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കണക്ടിവിറ്റി, അതിന്റെ ആ സീക്വൻസ് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ സീക്വൻസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോയിന്റുകൾ ഒന്ന് കുറിച്ച് വയ്ക്കുക. തുടക്കത്തിലെ എന്നുള്ള തുടക്കത്തിലെ എപ്പോഴായാലും നിങ്ങൾ ഒരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ആ പ്രോംപ്റ്റില് കുറഞ്ഞത് ഒരു പ്രോംപ്റ്റില് ഒരു 3-4 സെന്റൻസ് എങ്കിലും മിനിമം വേണം. എത്ര സെന്റൻസുകൾ വേണോ? മുമ്പൊക്കെ നമ്മൾ ഈ ആദ്യത്തെ ബാച്ച് പഠിക്കുമ്പോൾ ഒരു പ്രോംപ്റ്റിൽ വളരെ ലിമിറ്റഡ് വാക്കുകൾ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ അങ്ങനെ ഒക്കെ അല്ല, നമുക്ക് അതിഗംഭീരമായിട്ട് വാക്കുകൾ കൊടുക്കാൻ പറ്റും. അത് കൊടുക്കുക. ഓക്കെ, അപ്പൊ പോയിന്റുകളായി. പോയിന്റുകൾ വെക്കുന്നു. ആ പോയിന്റുകളെ നമ്മൾ, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ എഴുതുന്നു, പറയുകയാണെങ്കിൽ പറയുന്നു, ടൈപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അപ്പോൾ ടൈപ്പ് ചെയ്യുന്നു. പോയിന്റുകളെ വെച്ചുകൊണ്ട് സെന്റൻസുകളാക്കുക. ഓക്കെ, അപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലാണ് നമ്മൾ വോയിസ് ടു ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ പിന്നെ ഇത് എന്റെ പ്രശ്നമുണ്ട്, ഫുൾ സ്റ്റോപ്പ് ഒന്നും വരില്ല. ഇപ്പൊ അത് ഇന്റഗ്രേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കുറേശ്ശെ വരുന്നുണ്ട്. എന്നാലും കൃത്യമായിട്ട് സെന്റൻസ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് രണ്ടാമത് വായിച്ച് ഫുൾ സ്റ്റോപ്പോ കോമയോ ക്വസ്റ്റ്യൻ മാർക്കോ ഒക്കെ വേണ്ട സ്ഥലത്ത് ആ സാധനങ്ങൾ ഉപയോഗിക്കുക. ഇനി നമ്മളെ ആദ്യ ക്ലാസ്സുകളിൽ നമ്മൾ കുറെ ടൂളുകൾ പറഞ്ഞു. അതിൽ ഏറ്റവും ബെസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് Manglish.app. Manglish.appന്റെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ഓരോ സെന്റൻസ് പറഞ്ഞിട്ട് വീണ്ടും ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ അത് പറ്റില്ല. ഒരു സെന്റൻസ് പറഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ അതെല്ലാം അങ്ങ് പോകും. രണ്ടാമത് അതിന്റെ കണക്ട് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് കണക്ട് ആയിട്ട് വീണ്ടും നിർത്തി പോകാനും അതിന് ഇടയിൽ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് Manglish.app. Manglish.app നമ്മൾ വിശദമായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ ഒരു നോട്ടും ഞാൻ തന്നിരുന്നു. അതൊന്ന് നോക്കി ആ Manglish.app ആവശ്യമുള്ളവർ അതുകൂടി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പൊ മലയാളവും ഇംഗ്ലീഷും അതുപോലെ നിർത്തി പറയാനും ഒക്കെ പറ്റുന്ന ഒരു സംവിധാനം അതിനകത്തുണ്ട്. ഇനി നമ്മള് ഇത് നമ്മളെ കയ്യിൽ കിട്ടിയ, നമ്മളെ മുമ്പിലാണ്, നമ്മളെ മൊബൈൽ ഫോണിലുണ്ട്, കമ്പ്യൂട്ടറിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇന്ന് AI-ല് ഒരു 5-10 മിനിറ്റ് ചെലവഴിക്കുക, അല്ലെങ്കിൽ 1 മണിക്കൂർ ഇന്ന് AI-ക്ക് വേണ്ടി ചെലവഴിക്കുക എന്ന് പറഞ്ഞ് നിന്ന് നിങ്ങൾ ജെമിനിയോ ChatGPT-യോ ഏതെങ്കിലും ഒക്കെ ഒന്ന് ഓപ്പൺ ആക്കി, നിങ്ങളുടെ മനസ്സിനകത്ത് ഏതൊന്നും ഇല്ല, ഒരു ഐഡിയ ഇല്ല. നിങ്ങൾ കുറച്ച് സമയം ഇത് നോക്കാം എന്ന് എന്ത് നോക്കണം എന്നുള്ള നിലയിൽ ഒരാശയവും നിങ്ങളുടെ മനസ്സിൽ വരുമോ? വരാൻ സാധ്യതയുണ്ടോ? ഇല്ല. ആശയം വരില്ല. അവിടെയാണ് ഏറ്റവും പ്രശ്നം. നമ്മൾ എന്തെങ്കിലും നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയം വരില്ല. എവിടെ നിന്ന് നമുക്ക് ഈ ആശയം എടുക്കും? എവിടെ നിന്ന് നമുക്ക് ഈ ആശയം? നമ്മളെ മുന്നോട്ട് നയിക്കാൻ നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനെയാണ് നമ്മൾ ഈ ആശയ ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഈ ആശയ ദാരിദ്ര്യം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇന്ത്യൻ കൾച്ചറിന്റെ, നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു സവിശേഷതയാണ് ഈ ആശയ ദാരിദ്ര്യം. അതായത് ആലോചിക്കാതിരിക്കുക, ചിന്തിക്കാതിരിക്കുക, ഒരു കാര്യം ചെയ്യാതിരിക്കുക, അതൊക്കെ ചെയ്യുന്നത് മോശമാണെന്ന് കരുതുക. അപ്പൊ എല്ലാത്തിനെയും നമ്മൾ ഇങ്ങനെ കുട്ടിക്കാലം മുതലേ തടസ്സപ്പെടുത്തി ചെയ്യുക, അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക എന്നല്ല. കുട്ടികളെ തന്നെ മണ്ണിൽ കളിക്കാൻ പോകുമ്പോ മണ്ണിൽ കളിക്കരുത്, പിടിച്ച് കയറ്റിയിരുത്തും. മഴയത്തിറങ്ങുമ്പോ വലിച്ചു കഴിച്ച് മഴയത്തിറങ്ങരുത്. ഒരു ഡ്രസ്സ് ഇടുമ്പോ അയ്യേ ഈ ഡ്രസ്സ് മോശമാണ്, അല്ലെ? അപ്പോ ഇതെല്ലാത്തിനും ഹലോ വിലക്കുകൾ ഇതുപോലുള്ള വിലക്കുകൾ, ഇങ്ങനെയുള്ളൊരു വിലക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇതിന് നമ്മുടെ
നമ്മുടെ രാജ്യത്തിന്റെ കാസ്റ്റ് സിസ്റ്റമായിട്ട് ബന്ധമുണ്ട്, നമ്മുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ ആയിട്ട് എല്ലാതുമായിട്ടൊക്കെ ഇതിനായിട്ടൊരു അങ്ങ് പിന്നെ കറണ്ട് പോലെ പിന്നെ കറണ്ട് പോയി കേട്ടോ ഇവിടെ. കാണാൻ പറ്റും, കാണുന്നുണ്ടോ? ശരി ശരി ശരി, ഇവിടെ ചെറിയ ലൈറ്റ് ഉണ്ട്. ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഭവം. അപ്പൊ അത് പെട്ടെന്ന് നമുക്കത് പിന്നെ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പരിശീലന പരിപാടി കൊണ്ടോ ഒരു എക്സസൈസ് കൊണ്ടോ നമുക്കൊന്നും പരിഹരിക്കാൻ പറ്റുന്നതല്ല. അപ്പൊ അതിനകത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറുക്ക് വഴികൾ ഉപയോഗിച്ച് നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ള. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ദൗത്യം എന്താണ്, എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുക എന്ന് മാത്രമാണ്. അങ്ങനെ ആലോചിച്ചിരിക്കുക എന്നുള്ള, അതിനെക്കുറിച്ച് ദിവാസ്വപ്നം കാണുക എന്നുള്ള. അങ്ങനെ അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ ദിവാസ്വപ്നം കാണുമ്പോ അപ്പൊ അങ്ങനെ അതിനോടൊരു ഇൻട്രസ്റ്റ്, ഡീപ്പ് ഇൻട്രസ്റ്റ് വരും. അങ്ങനെ ഡീപ്പ് ഇൻട്രസ്റ്റ് വരുമ്പോ നമുക്ക് ഡീപ്പ് ഇൻട്രസ്റ്റ് വരുമ്പോ നമ്മുടെ തലച്ചോറിൽ ചില ഫോൾഡറുകൾ ഉണ്ടാവും. കൂടുതൽ താല്പര്യമുള്ള കാര്യങ്ങൾക്ക് ഉള്ള ചില ഫോൾഡറുകൾ ഉണ്ടാവും. അപ്പൊ ആ ഫോൾഡറുകളിൽ അങ്ങനെ ചില ഫോൾഡറുകൾ വരുമ്പോ ആ ഫോൾഡറിനകത്തുള്ള കാര്യങ്ങളിൽ നമുക്ക് ഫിനിഷ് ചെയ്യേണ്ടതും ആയ കാര്യങ്ങൾ ഇതാണ്. ഇനി അടുത്ത് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പ്രയോറിറ്റി നമ്മുടെ അടുത്ത് വരും. അപ്പൊ ആ പ്രയോറിറ്റി വരുമ്പോഴാണ് നമുക്ക് പ്രയോറിറ്റി എനിക്ക് ഇത് ചെയ്തേ പറ്റൂ, ഇതാണ് എനിക്ക് അടുത്ത് ചെയ്യേണ്ടത്, ഇതാണ് എനിക്ക് പൂർത്തിയാക്കേണ്ടത് എന്നുള്ളൊരു തോന്നല് നമുക്ക് വരുമ്പോ നമുക്ക് ഈ ആശയ ദാരിദ്ര്യം ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. നമുക്കൊരു പർപ്പസ് ഉണ്ടെങ്കിൽ, ഒരു നീഡ് ഉണ്ടെങ്കിൽ. അതെ അതെ, ഈ പർപ്പസ്, നമുക്കെല്ലാം പർപ്പസുകളുണ്ട്. ആ പർപ്പസിന് നമുക്കുള്ള ആവശ്യമുണ്ടല്ലോ, പല ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റണം. അപ്പോ ഇങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ, ചെയ്യാനായിട്ടും ടൈം മാനേജ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ടെക്നിക്കുകൾ നമുക്ക് AI ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ പറ്റും. അതില് ഒന്ന്, ഇതിനകത്തുള്ള നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് അതിന്റെ അർജൻസി, മറ്റൊന്ന് അതിന്റെ പ്രാധാന്യം. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും അർജന്റുമായത് കാര്യം ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കണം. നമ്മളൊരിടത്ത് ഒരു യാത്ര പോകുന്നു, അപ്പൊ ആ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ പെട്ടെന്ന് ചെയ്യും. അത് പ്രധാനപ്പെട്ടതാണ്, അത് ഇന്ന സമയത്ത് നമ്മൾ ഇറങ്ങിയേ പറ്റുള്ളൂ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൃത്യമായൊരു സീക്വൻസിൽ നമ്മളടുത്ത് വരും. അപ്പൊ അതെല്ലാം നമ്മളിങ്ങനെ കറക്റ്റ് ചെയ്ത് വെക്കും. അപ്പൊ അതിൽ നമ്മുടെ അർജന്റ് ആണ് എന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെട്ടു. അതിന്റെ പ്രാധാന്യം നമുക്കറിയാം. അർജന്റ് ഇമ്പോർട്ടന്റ് നമ്മളെല്ലാവരും ചെയ്യും. ഇനി അടുത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ നോട്ട് അർജന്റും ഇമ്പോർട്ടന്റും ആയ കാര്യങ്ങൾ ഏതാ? അവിടെ കൺഫ്യൂഷൻ ആയി. നോട്ട് അർജന്റും ഇമ്പോർട്ടന്റും ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. നോട്ട് അർജന്റ് ഇമ്പോർട്ടന്റും ആയിട്ടുള്ള കാര്യം. അടുത്ത് നോട്ട് അർജന്റ് ഇമ്പോർട്ടന്റ്. അടുത്ത് ഇമ്പോർട്ടന്റ് ആദ്യത്തത് അർജന്റ് ആണ്, പക്ഷെ നോട്ട് ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് അർജന്റ് ആണ്. ക്ലിയർ ആയി? അർജന്റ് ഇമ്പോർട്ടന്റ് ഓക്കെ, മനസ്സിലായി. അടുത്ത് ആദ്യം അർജന്റിന് പ്രാധാന്യം കൊടുക്കണോ ഇമ്പോർട്ടന്റിന് പ്രാധാന്യം കൊടുക്കണോ എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. അത് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. അടുത്ത് നിങ്ങളുടെ പ്രയോറിറ്റി. ഇനി നോട്ട് ഇമ്പോർട്ടന്റ്, നോട്ട് അർജന്റ്.
നോട്ട് ഇമ്പോർട്ടന്റ് നോട്ട് അർജന്റുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ നോട്ട് ഇമ്പോർട്ടന്റും നോട്ട് അർജന്റുമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പലപ്പോഴും മുന്തിയ പ്രാധാന്യം കൊടുക്കും. അവിടെയാണ് ഇതിനകത്ത് പ്രശ്നം വരുന്നത്. കാരണം നിങ്ങൾ ഒരു നിങ്ങളെ വീട്ടിലൊരാൾ വന്നു, അല്ലെങ്കിൽ ഒരു ആള് വന്നു, അങ്ങനെ ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ വളരെ ഇഷ്ടമാണ്. അയാളുടെ സംസാരം കൊണ്ടും നമുക്കും പ്രയോജനമില്ല, അയാൾക്കും പ്രയോജനമില്ല. നമ്മൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും, അല്ലെ? നോട്ട് അർജന്റ് നോട്ട് ഇമ്പോർട്ടന്റും ആയ കാര്യത്തിന് വേണ്ടി നമ്മൾ കൂടുതൽ സമയം ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എന്താ പറ്റുന്ന, നമ്മുടെ ഇമ്പോർട്ടന്റും അർജന്റും ആയിട്ടുള്ള കാര്യങ്ങൾ പലതും മിസ്സായി പോകും. നിങ്ങളെ വീട്ടിന്റെ മുന്നിലൂടെ ഒരു റോഡിൽ ഭയങ്കര ബഹളം കേൾക്കുന്നു. വീടിനടുത്താ ബഹളം കേൾക്കുന്നു. നിങ്ങൾ റോഡിലോട്ട് പോയപ്പോ അവിടെ 2 ആൾക്കാർ ഇന്ന് വഴക്കൂടിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ എവിടെ ആംഗ്യവും സംസാരവും ഒക്കെ കേട്ട് നിങ്ങൾക്ക് ഒരു രസമുണ്ട്. അതിനകത്തൊരു ഒരു രസം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ആസ്വദിക്കാൻ പറ്റുന്നൊരു സാധനം. അത് കണ്ട് ആസ്വദിച്ച് നിൽക്കുക. അപ്പൊ ഈ ആസ്വദിച്ച് ഈ അവര് വഴക്കൊക്കെ കൂടി അവരങ്ങ് പിരിഞ്ഞു പോയി, അവരുടെ ജോലിക്ക് അവര് വ്യാപൃതരായി. നിങ്ങൾ അവിടെ തന്നെ അങ്ങ് നിൽക്കുന്നത് മാത്രമല്ല, നിങ്ങളടുത്ത് വന്ന് വീട്ടിൽ വന്നിട്ട് ഈ വഴക്കിനെ കുറിച്ച് വീണ്ടും 2 മണിക്കൂർ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതല്ലേ നമ്മുടെ എല്ലാ ലൈഫില് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടല്ലോ. യെസ് അതെ. അപ്പൊ ഇതിനെ നോയ്സ് ഈ നോയ്സിനെയൊക്കെ നമ്മൾ റിമൂവ് ചെയ്യണം. അപ്പൊ ഇത് പരിഹരിക്കാനുള്ള ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. നമ്മുടെ ആവശ്യങ്ങളെ അർജന്റും ഇമ്പോർട്ടന്റും നമുക്കറിയാം. അർജന്റ് ഇമ്പോർട്ടന്റ് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ഈ നോട്ട് അർജന്റും നോട്ട് ഇമ്പോർട്ടന്റും ആയിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് ക്രമീകരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ക്രമീകരിച്ച് അതിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈ ആശയങ്ങൾ ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ആശയങ്ങൾ എന്തേ ഒന്ന് നോക്കാം. ഹലോ, ഒന്ന് നോക്കാമോ? അപ്പൊ ഇത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, ഇതിനൊക്കെ ഉള്ള പരിഹാരങ്ങളൊക്കെ മാനേജ്മെന്റ് ടെക്നിക്കുകളുണ്ട്. പലതരത്തിലുള്ള മാനേജ്മെന്റ് ടെക്നിക്കുകളുണ്ട്. കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മാനേജ്മെന്റ്. വലിയ വലിയ കമ്പനികൾ അവർക്ക് അവരുടേതായ മാനേജ്മെന്റ് മെത്തേഡുകളുണ്ട്. അപ്പൊ ഈ മെത്തേഡുകളെല്ലാം പല പുസ്തകങ്ങളിലൂടെ ആണ് നമ്മൾ മാനേജ്മെന്റ് MBA പോലുള്ള സ്ട്രാറ്റജി മാനേജ്മെന്റിന്റെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട വലിയ വലിയ ഗവേഷണ പ്രബന്ധങ്ങളും പുസ്തകങ്ങളും സ്ട്രാറ്റജികളും ഒക്കെ ആര് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്? AI പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ AIക്ക് ഇതിനെ കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട്. അപ്പൊ AI ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതെന്താണെന്ന് മനസ്സിലായി കാണാനുള്ള സാധ്യത ഇല്ലെന്ന് തോന്നുന്നു. എങ്ങനെയാണ് ഇത് നമ്മൾ പരിഹരിക്കപ്പെടുന്നതെന്ന് മനസ്സിലായില്ല. ഞാനൊരു ചെറിയ ഉദാഹരണം നമ്മൾ പറയാം. നമ്മളൊരു പുസ്തകം വായിക്കുന്നു. പുസ്തകം വായിക്കാനായിട്ട് എടുത്തു. പുസ്തകം വായിച്ച് പഠിക്കാനാണ്. പുസ്തകം ഒരു ആസ്വദിക്കാൻ എന്നുള്ളതിനുപരി ഒരു കാര്യം പഠിക്കാൻ വേണ്ടി നമ്മളൊരു പുസ്തകം എടുത്തു. ആ പുസ്തകത്തിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അപ്പൊ ലേൺ ചെയ്യാൻ വേണ്ടി ഒരു പുസ്തകം വായിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മെത്തേഡുണ്ട്.
ഈ മെത്തേഡിനെ SQ3R മെത്തേഡ് എന്ന് പറയും. SQ3R മെത്തേഡ്. ഇപ്പോ വലിയ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി, ഇപ്പൊ ഹാർവാർഡ് പോലുള്ള യൂണിവേഴ്സിറ്റികൾ, അമേരിക്കയിലെ പ്രശസ്തമായ അതുപോലുള്ള പല യൂണിവേഴ്സിറ്റികൾക്കും പബ്ലിഷിംഗ് കമ്പനികളുണ്ട്. നമ്മൾ ഓക്സ്ഫോർഡ് പബ്ലിഷിംഗ് കമ്പനികൾ എന്ന് പറയുന്ന പോലെ ഇതിലൊക്കെ അമേരിക്കക്കാരാണ് അഗ്രഹണ്യർ. ഓക്സ്ഫോർഡൊക്കെ ബ്രിട്ടീഷിനാണ്. അപ്പൊ അത്തരം യൂണിവേഴ്സിറ്റികളുടെയും അല്ലെങ്കിൽ അത്തരം അക്കാഡമിക് ബുക്കുകൾ ഇറക്കുന്ന പുസ്തകങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ പഠന സമയത്ത് നിങ്ങളുടെ കോളേജ് ലൈബ്രറികളിലൊക്കെ കണ്ടിരിക്കും. അമേരിക്കൻ ബുക്കുകൾ കണ്ടിട്ടുള്ളവരുണ്ടാവുമല്ലോ, ഒരുപാട് നോക്കിയിട്ടുണ്ടാവും. ഈ അത്തരം ബുക്കുകളെല്ലാം, അതെ, കൃഷ്ണകുമാർ സാറൊക്കെ നോക്കിയിട്ടുണ്ട്. അത്തരം ബുക്കുകൾ നോക്കുമ്പോൾ ചിലപ്പോൾ മലയാളത്തിനെക്കാളും എളുപ്പമാണ് ആ പുസ്തകങ്ങൾ വായിക്കാൻ. അപ്പൊ ഈ ബുക്കുകളെല്ലാം ബുക്കുകൾ തന്നെ തയ്യാറാക്കിയിരിക്കുന്നത് SQ3R മെത്തേഡാണ്. അപ്പൊ SQ3R മെത്തേഡിൽ നമുക്കൊരു പുസ്തകം വായിക്കണമെങ്കിൽ ആദ്യം എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവേ. ഒരു ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ആ ബുക്കിന്റെ എല്ലാ പേജുകളും ഇങ്ങനെ മറിച്ച് നോക്കുന്നു. ഒരു 10, 300, 200, 100, 150 പേജൊക്കെ ഉള്ള ബുക്ക് അല്ലെങ്കിൽ 200 പേജുള്ള ബുക്കാണെങ്കിൽ അതിന്റെ എല്ലാ പേജുകളും ഒന്ന് മറിച്ച് നോക്കും. ഈ മറിച്ച് നോക്കുന്നതിന്റെ ഇടയിൽ ആ ഓരോ പേജിലെയും ഉള്ള വലിയ ടൈറ്റിലുകൾ, ചിലതിലെ സബ് ടൈറ്റിലുകൾ, എല്ലാത്തിലെയും സബ് ടൈറ്റിലുകളല്ല, ചില നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ സബ് ടൈറ്റിലുകൾ, ചിത്രങ്ങള്, ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ചിത്രമാണെങ്കിൽ ആ ചിത്രത്തിന്റെ താഴെയുള്ള റൈറ്റപ്പ്, ഈ തന്നെ ചാർട്ടുകൾ, ഇതൊക്കെ നമ്മൾ നമ്മൾ മറിച്ച് ഒരു സർവേ നടത്തും. ഈ സർവേ നടത്തുമ്പോ ഒരു സർവേ കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ജനറേറ്റ് ചെയ്യും. എന്താ ഈ പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും, എന്താണ് എന്താണ് ഈ പുസ്തകത്തിൽ നിന്ന് ഞാൻ പഠിച്ചെടുക്കേണ്ടത് എന്നുള്ളൊരു, അതിനെയാണ് ക്വസ്റ്റ്യൻ. ആ ചോദ്യം ഉണ്ടാവണം. നമ്മളപ്പോ കുറെ ചോദ്യങ്ങൾ, ഈ പുസ്തകത്തിൽ നിന്ന് ഇന്ന കാര്യങ്ങൾക്ക് എനിക്ക് ഉത്തരം കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനുകൾ നമ്മൾ ഫ്രെയിം ചെയ്യും. പിന്നെ ആ ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട്, ആ ചോദ്യം നമ്മുടെ മനസ്സിനകത്തിരിക്കുക. ആ ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ പുസ്തകം വായിച്ചു തുടങ്ങും. നമ്മളെ പ്രാധാന്യമുള്ള ഭാഗങ്ങളായിരിക്കും വായിക്കുന്നത്. നമ്മൾ സർവേ നടത്തി അതിപ്പോ തുടക്കം മുതൽ ഒടുക്കം വരെ വായിക്കണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ഭാഗമായിരിക്കും വായിക്കുന്നത്. നമ്മൾ വായിക്കുന്നു, അതാണ് റീഡ്. വായിച്ചുകൊണ്ടിരിക്കുമ്പോ നമുക്ക് നമ്മളുടെ ചോദ്യത്തിന് ഉത്തരം വരുന്ന ഭാഗം വരും. നമ്മുടെ മനസ്സിൽ നമ്മൾ ഫ്രെയിം ചെയ്ത ചോദ്യത്തിന് ഉത്തരം വരുന്ന ഭാഗമുണ്ട്, റെസിറ്റ്. അതിനെ വീണ്ടും നമ്മൾ വായിക്കും, മനസ്സിലാവത്തക്ക വിധത്തിൽ നമ്മൾ വായിക്കും. നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വീണ്ടും മനസ്സിലാവുന്നത് വരെ അല്ലെങ്കിൽ മനസ്സിലാവുന്ന രീതിയിൽ വായിക്കും, റെസിറ്റ്. പിന്നെ റിവ്യൂ. വായിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം ഒരു ആത്മകഥ നടത്തണം. അതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിനകത്ത് അതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുക, റിവ്യൂ നടത്തും. സ്വയം ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതുക എന്നുള്ളതല്ല, അതിനെക്കുറിച്ച്. അപ്പൊ ഇത്രയും പ്രോസസ്സ് കഴിയുമ്പോൾ നമ്മുടെ ഒരു ലേണിംഗ് എന്ന് പറയുന്ന ഒരു സാധനം വരും. അതിൽ നമ്മളൊരു കാര്യം പഠിച്ചെടുക്കുക. ലേണിംഗ് എന്ന് വെച്ചാൽ മെഷറബിൾ ചേഞ്ച് ഇൻ ബിഹേവിയറിനാണ്. നമുക്ക് ഇതുവരെ ഇല്ലാത്തതിൽ നിന്ന് പുതുതായിട്ട് എന്തോ കിട്ടിക്കഴിഞ്ഞു, അപ്പോഴാണ് ലേണിംഗ് ആവുന്നത്. അപ്പൊ ഈ SQ3R എന്ന് പറയുന്ന ഒരു മെത്തേഡ്, ഇതുപോലെ പല മെത്തേഡുകളുണ്ട്. അപ്പൊ നിങ്ങൾ വായിക്കാൻ വേണ്ടി ഇപ്പൊ നമ്മൾ പുസ്തകം വായിക്കാനും വേണ്ട അല്ലെ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ബുക്കിന്റെ ഒരു PDF കോപ്പി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു. ആ പുസ്തകം അപ്ലോഡ് ചെയ്യാം. നമ്മൾ എവിടെ, ChatGPT-യിലോ ജെമിനിയിലോ അപ്ലോഡ് ചെയ്യും. അപ്പോ അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയ ഒരു AI ടൂൾ, ഒരു ബ്രൗസർ ഉണ്ട്, AI ബ്രൗസർ. കോമറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, വാൽനക്ഷത്രം അല്ലേ? അതെ, ആണ്. അപ്പൊ കോമറ്റ് എന്ന് പറയുന്ന ഒരു ബ്രൗസർ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. ആ ബ്രൗസർ പെർപ്ലസിറ്റി എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പെർപ്ലസിറ്റി എന്ന് പറയുന്ന കമ്പനിയിലാണ് ആ ബ്രൗസർ. ആ ബ്രൗസർ നമുക്ക് ഗൂഗിൾ പോലെ, എഡ്ജ് പോലെയൊക്കെ നമുക്ക് നമ്മുടെ
ഇതേ ഞാൻ ശകലം വെള്ളം കുടിക്കും. ചൂടുവെള്ളം കുടിക്കണം. ചൂടുവെള്ളം ഞാൻ എന്റെ അടുത്ത് തന്നെ ചൂടാക്കാനുള്ള സംവിധാനമൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോ പിന്നെ ആ കോമറ്റില് നമുക്ക് 10 ഒരേ സമയം 10 പിന്നെ ഫയൽ വരെ അപ്ലോഡ് ചെയ്യാൻ പറ്റും കോമറ്റ്. അപ്പൊ നിങ്ങള് ഗൂഗിളിൽ പോയിട്ട് കോമറ്റ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവർ അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജെമിനിയിലും ChatGPT-യിലും ഒക്കെ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് അതിനകത്ത് ലിമിറ്റഡ് ആണ്. ജെമിനിയിലൊക്കെ നമ്മളൊരു വലിയൊരു ഫയലൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരുപാട് ആൾക്കാർ, ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ആൾക്കാർ ഒരേ സമയം ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ റിസോഴ്സ് ഇങ്ങനെ ഷെയർ ചെയ്ത് അതിനകത്ത് അതിന്റെ കപ്പാസിറ്റി ഭയങ്കര പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു പുസ്തകം, ഒരു ഫയൽ നമ്മൾ അപ്ലോഡ് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ഒരു ഫയൽ അപ്ലോഡ് ചെയ്ത് ഒരു 100 പേജ് വരുന്ന ഒരു ബുക്ക് അപ്ലോഡ് ആവും. പക്ഷെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, അവർ ആദ്യത്തെ 5-10 പേജുകൾ മാത്രമേ അത് വായിക്കുള്ളൂ. അത് പറയില്ല 5-10 പേജ് മാത്രമേ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വായിക്കില്ല. വായിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഉത്തരം പറയാൻ പറ്റില്ല. അപ്പൊ കോമറ്റിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, കോമറ്റില് നമുക്ക് ഒരു പുസ്തകം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തം അത് വായിക്കും. മാത്രമല്ല ഇത് വളരെ പോപ്പുലർ ആയിട്ടില്ല. നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കോമറ്റിനെ കുറിച്ച്, പെർപ്ലക്സിറ്റിയുടെ ബ്രൗസറിനെ കുറിച്ച് കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ അത് തന്നെയാണ് ഇതിന്റെ ഒരു വലിയൊരു സവിശേഷത. അപ്പൊ ഇതിന്റെ ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടി ഇവര് മാക്സിമം അതായത് ഇതിന്റെ ഒരു പെയ്ഡ് വെർഷൻ, അതിനകത്ത് പ്രൊഫഷണൽ വെർഷൻ ഉണ്ട്. ആരും അറിയാത്തത് കൊണ്ടാണ് ഇതിന് ഇത്രയും ഒരു കപ്പാസിറ്റി ഉള്ളത്. ഒരു പരിധി വരെ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ എല്ലാം ഒരു സെർവറാണ്. ഇതിനെല്ലാം ഇൻവീഡിയോ എന്ന് പറയുന്ന പ്രത്യേകതരം പ്രോസസ്സർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ AI ടൂളുകളെല്ലാം പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ജെമിനിയും ChatGPT-യും ഒക്കെ വർക്ക് ചെയ്യുന്ന ഇതിന്റെ സെർവർ എന്ന് പറയുന്നത് വലിയ ഫാക്ടറി പോലെയാണ്. അത് ഇങ്ങനെ ഭയങ്കരമായി ചൂടായി, മനുഷ്യന്റെ തലച്ചോറ് പോലെ തന്നെയാണ്, ഭയങ്കരമായിട്ട് ചൂടായിക്കൊണ്ടിരിക്കും. ഈ ചൂടാവുന്നതിനെ തണുപ്പിക്കാൻ വേണ്ടി എത്രയെങ്കിലും ലക്ഷ ഗാലൻ വെള്ളമാണ് ഓരോ മണിക്കൂറും ഉപയോഗിക്കുന്നത്. ഒരു മിനിറ്റ്. അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയത് ജെമിനിയെ പറ്റി. ജെമിനി ChatGPT. അപ്പൊ എല്ലാവരും ജെമിനിയും ChatGPT ഒക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇത്രയും ലോകമുഴുക്കെ അത് ഉപയോഗിക്കുന്നുണ്ട് എല്ലാം. ഇപ്പൊ ഗൂഗിളൊക്കെ എന്ന് പറഞ്ഞാൽ ഗൂഗിളിന് ഇന്ത്യക്ക് വേണ്ടി പ്രത്യേക സെർവറുണ്ട്. ഇതങ്ങനെയല്ല, എല്ലാം ഒറ്റ സെർവറിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ റിസോഴ്സുകൾ മാക്സിമം നമുക്ക് കിട്ടില്ല. പക്ഷെ പെർപ്ലക്സിറ്റി പുതിയ ഒരു സാധനം ആയതുകൊണ്ട് അവര് അതിന്റെ മാക്സിമം ഇത് കിട്ടും. കൂടുതൽ ആൾക്കാർ വരുമ്പോൾ അവരുടെ കമ്പനി ഇതിനകത്ത് പിന്നെ അവരെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ അത് കുറയും. വീണ്ടും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ എന്തായാലും വളരെ ഗംഭീരമായിട്ട് ഞാൻ അത് ചെക്ക് ചെയ്തപ്പോ ChatGPT-യിലും
ജെമിനിയിലും ഒക്കെ നമ്മളൊരു ഫയൽ അപ്ലോഡ് ചെയ്ത് വിവരങ്ങൾ തരുന്നതിന്റെ ഇത്രയെങ്കിലും മടങ്ങ് കപ്പാസിറ്റിയിൽ ഈ സാധനങ്ങൾ തരാനുള്ള ഒരു പിന്നെ ശേഷി പെർപ്ലസിറ്റിക്കുണ്ട്. അപ്പൊ പെർപ്ലസിറ്റിയിൽ നമ്മൾ ഇതുപോലെ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ SQ3R മെത്തേഡിൽ ഇതിന്റെ സംക്ഷിപ്തം തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകം നമ്മൾ വായിക്കണ്ട, അത് വായിച്ചിട്ട് ഈ SQ3R മെത്തേഡിൽ നിങ്ങളൊരു പുസ്തകം കിട്ടി, ആ പുസ്തകത്തിൽ നിങ്ങൾ അറിയേണ്ട ഭാഗം, അറിയേണ്ട കാര്യം, അതിനെക്കുറിച്ച് ഒരു കൺസെപ്റ്റ് വേണമെങ്കിൽ വീണ്ടും കൊടുക്കുക. ഈ പുസ്തകത്തിൽ ഇന്നത് അതിന് വേണ്ടിയാണ് ഞാൻ പുസ്തകം നോക്കുന്നത്, അത് SQ3R മെത്തേഡിൽ അതിന്റെ സംക്ഷിപ്തം തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് SQ3R മെത്തേഡിൽ അത് വായിച്ചിട്ട് വായിച്ചിട്ട് നമുക്കത് ബ്രീഫ് ചെയ്ത് തരും. നമുക്ക് ഓൺലൈനിൽ ഒരു ബുക്ക് വായിക്കുക എന്ന് പറയുന്നത്, ഒരു പേജുകൾ നോക്കുക എന്ന് പറയുന്നത് ഭയങ്കര വിരസമാണ്. ഇങ്ങനെ ലാപ്ടോപ്പിലായാലും മൊബൈൽ ഫോണിലായാലും വായിക്കുക വായന അത്ര രസകരമായിരിക്കില്ല. അപ്പൊ ഇതുപോലെ നമുക്ക് ഇതിനകത്ത് ചെയ്യാം. അപ്പൊ എന്നിട്ട് ആ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. ആ ക്വസ്റ്റ്യൻ അപ്പൊ ക്വസ്റ്റ്യൻ വന്നു, സർവേ വന്നു, ക്വസ്റ്റ്യൻ വന്നു, അതിന്റെ റീഡ് റെസിറ്റ് അതിനകത്ത് പിന്നെ നമുക്ക് അത് റീഡ് ചെയ്യാനുള്ള ഭാഗങ്ങൾ ഏതൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യനുകൾ തന്നെ ഇതിനകത്ത് നമുക്ക് ചോദിക്കാം. ആ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ പുസ്തകത്തിൽ നിന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ലോകത്തെ മാനേജ്മെന്റ് ടെക്നിക്കുകൾ ഇതിനറിയാം. ടൈം മാനേജ്മെന്റ്, പ്രൊമോഡോ ടെക്നിക്, ഈറ്റ് ദ ഫ്രോഗ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് മെത്തേഡ് ഉണ്ട്. അത് തന്നെ നമുക്ക് ചോദിക്കാം. നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യണം. ലോകത്തെ ഏറ്റവും കാര്യക്ഷമമായ ടൈം ശാസ്ത്രീയമായ ടൈം മാനേജ്മെന്റ് മെത്തേഡുകൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു യൂണിവേഴ്സിറ്റി, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ആണ് ഈ മാനേജ്മെന്റിലെ ഏറ്റവും അഗ്രഗണ്യന്മാര്. അപ്പൊ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്ത ടൈം മാനേജ്മെന്റ് മെത്തേഡുകൾ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ അവർ പറയും. ആ മെത്തേഡ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. അപ്പൊ നിങ്ങളുടെ ദൗത്യം, നിങ്ങളൊരു സംരംഭം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ആ കാര്യം ആ മെത്തേഡ് ഉപയോഗിച്ച് ഒന്ന് അനലൈസ് ചെയ്ത് അതിനൊരു റിസൾട്ട് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയും തരും. അപ്പോ ഇതാണ് നമുക്ക് ഇന്ന്. ഞാൻ തൽക്കാലം ഒന്ന് നിർത്തിക്കോട്ടോ. ഓക്കെ സാർ റെസ്റ്റ് എടുക്കണം സാർ. ശരി. അപ്പൊ നമുക്ക് ചൊവ്വാഴ്ച കാണാം. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇന്ന് പ്രധാനമായിട്ടും പറഞ്ഞത് നിങ്ങളിത് ഉപയോഗിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ്. എല്ലാവരും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു പുനർചിന്തനത്തിന് വിധേയമാക്കുക. തൽക്കാലം ഞാനത് നിർത്തുന്നു. ഒന്നിറങ്ങിക്കോട്ടല്ലോ. ഓക്കെ സാർ. ഓക്കെ സാർ. ഗുഡ് നൈറ്റ്.